നമുക്ക് പാറ്റൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് വാർത്ത വരികയാണ്. ഇടനില നിന്നത്, ഈ ഭൂമി തട്ടിപ്പിന് ഇടനില നിന്നത് അനന്തപുരി മണികണ്ഠൻ അല്ല എന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പരാതിക്കാരുടെ മൊഴിപ്രകാരമാണ് അനന്തപുരി മണികണ്ഠനെ സംശയിച്ചത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വെണ്ടർ മണികണ്ഠനാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഗോപാൽ ശിലാസനലാണ് ചേരുന്നത്. ഗോപാൽ, വലിയ ചർച്ച ചെയ്തതാണ് പാറ്റൂർ ഭൂമി തട്ടിപ്പ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? അനന്തപുരി മണികണ്ഠൻ അല്ല, വെണ്ടർ മണികണ്ഠനാണ് പ്രതി എന്ന് തിരിച്ചറിയുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? വിനീത, പാറ്റൂരിലെ 14 സെന്റ് ഭൂമിയും വീടും കച്ചവടം ചെയ്തതുമായി ബന്ധപ്പെട്ട് 3.5 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് കുടുംബത്തിന് നേരിടേണ്ടി വന്നത്. ആ തട്ടിപ്പിൽ ഇടനിലയായി പ്രവർത്തിച്ചതൊരു മണികണ്ഠനാണ് എന്നതാണ് ഇതിൽ ആശയക്കുഴപ്പത്തിന് കാരണമുണ്ടാക്കിയത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ആ കുടുംബം പങ്കുവെച്ച മൊഴിപ്രകാരം അനന്തപുരി മണികണ്ഠനാണോ ഈ തട്ടിപ്പിൽ ഇടനില നിന്നത് എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ചാണ് ആദ്യ അന്വേഷണം ഉണ്ടായത്. കാരണം നേരത്തെ ജവഹർ നഗറിലെ ഒരു ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തപുരി മണികണ്ഠനെ പോലീസ് പിടികൂടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോയിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അനന്തപുരി മണികണ്ഠൻ അല്ല ഈ ആധാരമെഴുത്തുമായി ബന്ധപ്പെട്ട് ഇതിൽ പ്രവർത്തിച്ചത് എന്നും പകരം കരമന നെടുങ്കാട് സ്വദേശിയായിട്ടുള്ള ഒരു വെണ്ടർ എസ് മണികണ്ഠൻ എന്നയാളാണ് എന്ന് മനസ്സിലായി. ഇപ്പോൾ അയാളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇത് നേരത്തെ കുടുംബം നൽകിയ, അതായത് പരാതിക്കാർ നൽകിയ മൊഴിയിലെ ആശയക്കുഴപ്പം മൂലമാണ് ഇത്തരത്തിലേക്കൊരു പ്രശ്നം ഉണ്ടായത്. അനന്തപുരി മണികണ്ഠൻ അല്ല, വെണ്ടർ മണികണ്ഠനാണ് പ്രതി എന്ന് തിരിച്ചറിയുകയാണ്. കരമന സ്വദേശിയായ ഈ മണികണ്ഠന് വേണ്ടിയുള്ള തിരച്ചിലും നടത്തുന്നു. ഗോപാൽ ശിലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.